മീര, ബിജു സോപാനം എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഉപ്പുമുളകിലൂടെയും ചില സിനിമകളിലൂടെയും അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കൊക്കെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് ബിജു സോപാനത്തെ എല്ലാവരും കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തി. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അദ്ദേഹം അത് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം അനുഭവിച്ച വേദന എത്രത്തോളം, സമൂഹത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടത് എത്രത്തോളം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. എന്താണ് ബിജു സോപാനത്തിന് പറയാനുണ്ടായിരുന്നത്? ധന്യ പറഞ്ഞ പോലെ ഉപ്പും മുളകും. ബാലചന്ദ്രൻ തമ്പി എന്ന് പറയണം ബിജു സോപാനത്തിന്. കുട്ടികളടക്കം സ്വീകരിച്ചൊരു അച്ഛൻ കഥാപാത്രമാണ്. അദ്ദേഹത്തിനെതിരെ ഒരു നടിയുടെ ലൈംഗികാതിക്രമ കേസ്, അത് വീഡിയോ പകർത്തി എന്നുള്ള രീതിയിലാണ് കേസ് വന്നത്. അത് ബിജു സോപാനം മാത്രമല്ല, ശ്രീകുമാർ എന്ന് പറയുന്ന സഹ അഭിനേതാവും കൂടെ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഈ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഞാനിതിൽ ഉൾക്കൊണ്ടിട്ടില്ല, ഞങ്ങളിതിൽ പെട്ട ആളല്ല, അതെന്തോ തെറ്റിദ്ധാരണയാണ്. ഇപ്പം നിലവിൽ ആ സീരിയലിൽ ഈ 3 കഥാപാത്രങ്ങളും ഇല്ല, ആ നടിയില്ല, ഈ 2 വ്യക്തികളും ഇല്ല. അത് കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനമായിട്ട് വരാമെന്നുള്ള നിലയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രശ്നം ഉദിച്ചു വന്നു എന്നുള്ളതും ശരിക്കൊരു ഇതാണ്, റൂമർ പോലെ തന്നെയാണത്. കുട്ടികളാണ് നിലവിൽ ആ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഇനി ബിജു സോപാനത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ധന്യ പറഞ്ഞു. ഇൻ്റർവ്യൂവിൽ ഭയങ്കര കൂളായിട്ട്, അധികം തടിച്ചിരുന്ന ആൾ മെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ താഴെ വരുന്നുണ്ട്. അപ്പം അതിൽ അത്രയും കൂളായിക്കൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഫോൺ ഞാൻ തെളിവെടുപ്പിന് കൊടുത്തു, തെളിവുകൾ അതിലുണ്ടെങ്കിൽ തെളിയട്ടെ, എനിക്ക് ഉറപ്പാണ് ഞാനത് ചെയ്തിട്ടില്ല. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തഴമ്പില്ലെങ്കിൽ അല്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ എന്തിന് ഇങ്ങനെ ഒരു കേസ് കൊടുത്തു ആ നടി എന്നുള്ളത് വരെ നമുക്ക് സംശയിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് മകളുണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ, ഇവരെല്ലാം ഇത് കേൾക്കുകയാണ്, കാണുകയാണ്. അതൊക്കെ മാനസികമായിട്ട് ആ ഒരു വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഭയങ്കര കൂളായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ എത്രയോ വർഷം, 20 വർഷത്തിന് മുകളിൽ, 22 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, വർഷങ്ങളായിട്ട് നാടക ഫീൽഡിൽ നിലനിൽക്കുകയാണ്. എൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകൾ അഭിനയിച്ചിട്ടുണ്ട്, ഫെലോഷിപ്പിന് വിദേശത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട്, ഇവരുടെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ആ ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ വിമർശനങ്ങളോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് സിനിമകൾ, ഇപ്പൊ ധന്യ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. ധന്യക്ക് എന്താ തോന്നുന്നത്? അത് അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു നിലവിൽ ഈ നിയമത്തിന് അദ്ദേഹം അനുശാസിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താ തോന്നുന്നത്? ഇപ്പോൾ സ്ത്രീകൾക്ക് നിയമപരിരക്ഷ കൂടുതലായതുകൊണ്ട് ആർക്കെതിരെ എന്ത് വേണമെങ്കിലും, ഒരു വൈരാഗ്യം വന്നാൽ ഉടനെ പരാതി കൊടുക്കുന്നത് അയാൾ എന്നെ പീഡിപ്പിച്ചു, അയാൾ എന്നെ ഉപദ്രവിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു. അല്ല, ആ ഇന്റർവ്യൂവിൽ തന്നെ ഇന്റർവ്യൂ എടുത്ത അവതാരകൻ പറയുന്നുണ്ട്, ഇപ്പൊ എത്ര സെക്കൻഡ് നോക്കിയാൽ വരെ കേസാണ് എന്നുള്ളത് പറയുന്നുണ്ട്. 14 സെക്കൻഡ് നോക്കിയാൽ വരെ കേസെന്ന് ഒരിക്കൽ ഋഷിരാജ് സിംഗിന്റെ ഒരു പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലപ്പുറം ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് സത്യസന്ധമായി ഇത്തരം പീഡനങ്ങളിൽ പെടുന്ന പെൺകുട്ടികളാണ്. കാരണം ഇവർ പറയുന്നത് സത്യമാണ്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 2019 നടന്ന ഒരു സംഭവം അറിഞ്ഞും എനിക്കിത് പീഡനമാണ് എന്ന് മനസ്സിലായത് 2025 നടന്നത് 2019 പക്ഷെ പീഡനമാണെന്ന് എനിക്ക് മനസ്സിലായത് 2025. അതുവരെ ഇവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇപ്പൊ സ്ത്രീയാണ്, നമ്മൾ സ്ത്രീകളാണ്, സ്ത്രീകളുടെ പക്ഷം നിൽക്കണം, ശരിയുടെ പക്ഷം എന്നൊന്നുകൂടിയുണ്ട്, അതിൻ്റെ പക്ഷത്ത് നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഒരു സ്ത്രീ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, അതിക്രൂരമായി ഇപ്പോൾ സിദ്ദിഖിൻ്റെ ഒരു കേസ് വന്നപ്പോൾ കോടതി നടത്തിയൊരു പരാമർശമുണ്ട്, അതിലെ ഇരയെ കുറിച്ച് കോടതി നടത്തിയൊരു പരാമർശമുണ്ട്. നിങ്ങളെ സിദ്ദിഖ് ഒരു റൂമിൽ പൂട്ടിയിട്ടുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് മാസ്റ്റർബേഷൻ ചെയ്തു, അവരെ വല്ലാത്ത രീതിയിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അത് ഫേസ്ബുക്കിലിട്ടു, തന്നെ ഉപദ്രവിച്ചു, ഇന്ന ആളുകൾ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലിട്ടു. ഈ ഫേസ്ബുക്കിലിടാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ ഇവരൊന്നും കാണിക്കുന്നില്ല? ചിലർ പല അഡ്ജസ്റ്റ്മെന്റിനും വഴങ്ങും. സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ചില സ്ത്രീകൾ പല അഡ്ജസ്റ്റ്മെന്റിനും വഴങ്ങും, പിന്നീട് പണം ചോദിക്കും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പണം കൊടുക്കാതെ വരുമ്പോൾ അത് വൈരാഗ്യമായി മാറും. അപ്പോൾ 10 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ അന്ന് അയാൾ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അന്ന് അയാൾ എന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു, അന്ന് അയാൾ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി എങ്കിൽ, നിങ്ങൾക്ക് അന്നത് തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാൻ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ പറയാൻ പോകരുത്. അന്ന് ആ ചെയ്ത സംഭവം നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? എന്നെ ഒരാൾ ഉപദ്രവിച്ചു,
എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ഓൺ ദ സ്പോട്ടിൽ അയാളോട് പ്രതികരിക്കും. അത് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കും. ഞാൻ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കും. ഇനി എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നിയമപരമായി നീങ്ങും. പൊതുവേ ഞാൻ നിയമപരമായി നീങ്ങാൻ മടിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ ആരെങ്കിലും മോശമായ ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞാൽ ഞാൻ അതിന് തിരിച്ച് നല്ലപോലെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കാം എന്നൊന്നും വിചാരിച്ച് നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് പെൺകുട്ടികളോടും സ്ത്രീകളോടും പറയാനുള്ളത്, നിങ്ങൾ 2000-ൽ ഉപദ്രവിച്ചു, നിങ്ങൾ 2000-ൽ തന്നെ പറയൂ. നിങ്ങൾ 2025-ൽ നിങ്ങളെ ഉപദ്രവിച്ചു, നിങ്ങൾ 2025 തന്നെ പറയൂ. ഒരു മനുഷ്യനെ നമുക്ക് ഏറ്റവും മോശമാക്കാൻ പറ്റുന്ന, ഒരു പുരുഷനെ നമുക്ക് ഏറ്റവും മോശമാക്കാൻ പറ്റുന്നത് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോഴാണ്. അത് അയാൾക്കൊരു ഭാര്യ, മക്കൾ, കുടുംബം ഒക്കെ ഉണ്ടായതിനു ശേഷം അയാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അത് തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണെങ്കിൽ. അവിടെ ബിജു സോപാനം പറയുന്നത് കേട്ടിട്ടാണ്. എനിക്കറിയില്ല ആ ഇര അനുഭവിച്ച വേദന, അല്ലെങ്കിൽ ഇര അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്ത് വന്ന് പറഞ്ഞിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ടത് കുട്ടികളടക്കം പുതുമുഖമായിട്ട് വന്നിട്ടുള്ള നടി അടക്കം പുറത്ത് വന്ന് ലൈവിൽ വന്ന് പറയുന്നത് ആ നടി ഞാനല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സെറ്റിന് എത്രത്തോളം അങ്ങനെ ഒരു ലൊക്കേഷൻ അത് ബാധിച്ചു എന്നുള്ളത്. അപ്പം ഇത്തരത്തിലൊരു പരാമർശത്തിൽ അത് നടന്ന സമയത്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ പെരുമാറ്റ രീതികളിലുള്ള വ്യതിയാനങ്ങളിൽ പറയണമായിരുന്നു. ഇതെല്ലാം പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് ശരിയാണ്, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ജയസൂര്യയെ കുറിച്ച് നിവിൻ പോളി ധൈര്യമായി അതിനെ നേരിട്ടു. അത് ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. നിവിൻ പോളിയുടെ പ്രശ്നം വരുന്ന സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഒരേ സമയത്ത് ഉണ്ടായി എന്നുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ഈ ബിജു സോപാനത്തിന്റെ കേസിലും ശ്രീകുമാറിന്റെ പ്രശ്നത്തിലും വരുന്നത് ഇത് തന്നെയാണ്. അവർ ആ സമയങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്നു, ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. തെളിവാണ്. ഇതിപ്പോ സിദ്ദിഖായാലും ബിജു സോപാനമായാലും ശ്രീകുമാർ ആയാലും ജയസൂര്യ ആയാലും മുകേഷിനെ നമുക്ക് വിടാം. കാരണം മുകേഷിനുമായി ബന്ധപ്പെട്ട ഒരു നിരവധി ആരോപണങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത തന്നെ പല ആരോപണങ്ങളും ഉന്നയിച്ചു. ആ സ്ത്രീ അനുഭവിച്ച വേദനകൾ അവർ തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു ജനപ്രതിനിധിയായിരിക്കാൻ പോലും മുകേഷിന് യോഗ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ മുകേഷ് നമുക്ക് മാറ്റി നിർത്താം. ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവരല്ല, സാധാരണക്കാരായ ചെറുപ്പക്കാരുണ്ട്. സ്നേഹിച്ചു കഴിഞ്ഞ് ഈ ബന്ധവുമായി ടോക്സിക് ബന്ധങ്ങളാവുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർ ആ ബന്ധം വിട്ടുപോകുമ്പോൾ ഉടനെ സ്ത്രീ പറയുന്നത് എന്താണ്, ഇവൻ എന്നെ പീഡിപ്പിച്ചു. അപ്പോൾ ഈ പീഡനം കഴിയുന്നത് വരെ ഇത് പീഡനമാണെന്ന് അറിയില്ലായിരുന്നോ? ആരോ തമാശയ്ക്ക് പറയുന്നതല്ല, 41-ാമത്തെ ആൾ പീഡിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പീഡനമാണെന്ന്. അപ്പോൾ ഈ 40 പേരും പീഡിപ്പിച്ചപ്പോൾ അറിയില്ലായിരുന്നോ? അപ്പോൾ നമുക്കറിയാം ഇത് ഏത് സമയത്ത് പറയണം. നിയമവ്യവസ്ഥയിൽ നമുക്ക് ആനുകൂല്യങ്ങളുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നതാണ് ശരി, സ്ത്രീക്കൊപ്പമാണ് നിയമവ്യവസ്ഥകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് പുരുഷനെതിരെയും എന്തും പറയാം. അങ്ങനെയല്ല. സത്യസന്ധമായി ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളെ കൂടിയാണ് ഇത്തരം കപടമുഖങ്ങളായി വരുന്ന സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരക്കാരെ കോടതി കൃത്യമായി നിരീക്ഷിച്ച് ഇത്ര സമയം വയ്ക്കണം. ആ കാലത്തിനുള്ളിൽ മറുപടി പറയാൻ അല്ലെങ്കിൽ പരാതി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പരാതിയെ അവഗണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു നിലപാടിലേക്ക് നിയമവ്യവസ്ഥകൾ എത്തിയാൽ മാത്രമേ സത്യസന്ധമായ പരാതികൾ ഇവിടെ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഇതുപോലെ വൈരാഗ്യങ്ങൾ തീർക്കാനും പക തീർക്കാനും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും സ്ത്രീ ശരീരങ്ങൾ.